പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ എന്നെ കുടുംബത്തെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിൽ ഞാൻ ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി. ഞാൻ ഹരിപ്പാട് കരുവാറ്റയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സാമുവൽ വർഗീസ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 3-നാണ്. ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞങ്ങളുടെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും വീട്ടിലെ രോഗങ്ങളുടെ കാര്യങ്ങളും മൂലമാണ്. ഉടമ്പടി എടുത്ത 6 മാസത്തിന് ശേഷം എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് കിട്ടി. അതിൽ ഡയറക്റ്റ് ലിങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു, ജോലി ലഭിച്ചു. ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യാൻ പോയത്. ജോലിയുടെ പ്രോസസ്സിങ് 9 മാസം ഉണ്ടായിരുന്നു. ഈ 9 മാസത്തെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇത്രയും താമസിക്കുന്നത് ഞാൻ ഉടമ്പടി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു ദിവസം കിടന്നപ്പോൾ രാത്രിയിൽ മാതാവിൻ്റെ ദർശനമുണ്ടായി. കലണ്ടറിലുള്ള മാസങ്ങൾ എനിക്ക് കണ്ടുവന്നു. ഒക്ടോബർ, ഡിസംബർ, ഏപ്രിൽ മാസങ്ങളായിരുന്നു ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഒക്ടോബർ 1-ന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഡിസംബർ 7-ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്യുകയും മാർച്ച് 4-ന് വിസ വരികയും എനിക്ക് ഏപ്രിലിൽ തന്നെ പോകാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുവൈറ്റിലെത്തി. കുവൈറ്റിലും ജോലിയിൽ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് അവിടെ അഖണ്ഡ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുത്ത് ഞാൻ അവിടുന്ന് നിന്ന പ്രത്യക്ഷീകരണ കാർഡും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ അവിടുത്തെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറി എനിക്കവിടെ പതുക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. 9 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻ്റായ വേറൊരു സ്ഥലത്തേക്കും ജോലി കിട്ടി. എനിക്ക് അങ്ങനെ ഇരിക്കെ എനിക്ക് വീട്ടിലേക്ക് വരാനുള്ള വെക്കേഷൻ്റെ സമയമായപ്പോൾ അവിടെ ഭയങ്കര യുദ്ധമുണ്ടായി. ഏപ്രിൽ 2-നാണ് ഞാൻ വരാനിരുന്നത്. ഫെബ്രുവരി 28 മുതൽ യുദ്ധമുണ്ടായി. മാർച്ച് 13 മുതൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന 33 ദിവസം 33 പ്രാവശ്യം ചൊല്ലാമെന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ ചൊല്ലുകയും ചെയ്തു. അങ്ങനെ മെയ് മാസം ആദ്യമായപ്പോൾ യുദ്ധം അവസാനിക്കുകയും ആ ഫ്രണ്ടിന് പോകാനിടയാവുകയും ചെയ്തു. ജൂൺ എനിക്ക് ജൂണിലാണ് ജോലിക്കുള്ള ലീവ് കിട്ടിയത്. പക്ഷേ അപ്പോഴും 1-2 ആഴ്ച മുമ്പേ എനിക്ക് വീണ്ടും യുദ്ധം ആരംഭിച്ചു. വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. എയർപോർട്ട് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഞാൻ അഖണ്ഡ ജപമാല പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രാത്രിയിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ 12 എന്നുള്ളൊരു ഡേറ്റിൽ 350 എന്ന സംഖ്യയും 12 എന്നുള്ള ഡേറ്റും കാണുകയും ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഞാൻ നടുക്കിയിരിക്കുന്നതായി സ്വപ്നം കണ്ടു. അങ്ങനെ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ് എയർപോർട്ട് ഓപ്പൺ ചെയ്യുകയും 12-ാം തീയതി 351 എന്ന ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. ഞാൻ ഫ്ലൈറ്റിൻ്റെ വളരെ നടുക്ക് തന്നെ ഇരുന്നാണ് യാത്ര ചെയ്തത്. ഇത്രയും നന്മകൾ നൽകിയ ദൈവത്തിന്, മാതാവിനും കൊടാനുകൂടി നന്ദി. എൻ്റെ ഭർത്താവിനെ ഉടമ്പടിയിൽ ചേർക്കാൻ എനിക്ക് സാധിച്ചു. ഉടമ്പടി എടുക്കാനിരുന്ന ഭർത്താവിനെ എനിക്ക് ഉടമ്പടിയിൽ ചേർക്കാൻ സാധിച്ചു. എൻ്റെ അമ്മയുടെ കണ്ണിൻ്റെ ഗ്ലോക്കോമയ്ക്ക് ആശ്വാസം കിട്ടി, നോർമലായി. ഗ്ലോക്കോമ കൂടുതലായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് സർജറി കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പോൾ നോർമലായി തന്നെ നിലനിൽക്കുന്നു. എൻ്റെ പേര് സാമുവൽ. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, വൈഫ് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുവൈറ്റിലേക്കുള്ളൊരു ഓഫർ വന്നതും അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നാട്ടിലൊരു ജോലിയുണ്ട്, അത് കളയാതെ 5 വർഷത്തേക്ക് മറ്റു ലീവ് എടുത്ത് വേണമെങ്കിൽ പോയിക്കോ, തുടർച്ചയായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഞാൻ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഈ പ്രോസസ്സ് ആരംഭിച്ചത്. അപ്പം 9 മാസത്തെ ഒരു പ്രോസസ്സാണെങ്കിലും ഇപ്പം വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഉടമ്പടിയിലൂടെ വളരെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ ജോലിയുണ്ട്, പ്രശ്നമില്ല, അങ്ങനെ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഉടമ്പടിയിലൂടെ അത് നേടിയെടുത്തു. അങ്ങനെ 3 മാസം ഒരു വിസ വന്നു. 3 മാസത്തെ വിസയാണ് വന്നത്. 3 മാസത്തിനുള്ളിൽ കയറി പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ലീവ് പേപ്പറൊക്കെ റെഡിയാണ്, മെഡിക്കലെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ലീവിന് അപ്ലൈ ചെയ്യാം. ലീവ് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ ഡയറക്ടർ ഓഫീസിലെ സൂപ്രണ്ട് എൻ്റെ ഒരു പരിചയക്കാരനാണ്.
പുള്ളിയോട് പറഞ്ഞാൽ മതി, നമുക്ക് ശരിയാക്കി തരാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ഇത് നേടിക്കൊണ്ട് ഞാനിത് ലീവിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, ഇത് 3 മാസം ഇനിയും കാലാവധി ഒരു പ്രോസസ്സുണ്ട്, അതുകൊണ്ട് ഈ ലീവ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുന്നതല്ല, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീവ് സാക്ഷനായി വന്ന് നിങ്ങളുടെ അവിടുത്തെ 3 മാസത്തെ വിസയുടെ കാലാവധിയും കഴിഞ്ഞ് പിന്നെ ലീവ് ക്യാൻസൽ ചെയ്യാൻ നടക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇത് ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇപ്പം പറഞ്ഞു ശരി, വേറെ മാർഗ്ഗമൊന്നുമില്ല. തിരിച്ചു വന്ന് വീട്ടിൽ വന്നപ്പം വൈഫ് പറഞ്ഞു, ഞാനൊരു ഇവിടുത്തെ ലോക്കറ്റുണ്ട്, ആ ലോക്കറ്റ് പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് നാളെ ഒന്നും കൂടെ പോയി അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും പിറ്റേ ദിവസം പറഞ്ഞതല്ലേ എന്ന് എഴുതി വീണ്ടും പിറ്റേ ദിവസം ഈ ലോക്കറ്റുമായി അവിടെ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം വീണ്ടും പറഞ്ഞു, സാറേ അത്യാവശ്യമാണ്, ഇതെങ്ങനെ സാധിച്ചു തരണം. അപ്പം പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഒരു 3 മാസം എടുക്കും, അപ്പം ഈ വിസയുടെ കാലാവധി ഇനി 1 മാസമേ ഉള്ളൂ, അപ്പം അത് തീരുവത് പോകാൻ നടക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചെയ്യാം, അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഡയറക്ടർ ഈ മാസം കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ റിട്ടയർ ആവുകയാണ്. പുള്ളി ഓൾറെഡി ലീവിലാണ്, ഇനി 30-ാം തീയതി വരികയുള്ളൂ. അപ്പോൾ 27-ാം തീയതി ഇദ്ദേഹത്തിൻ്റെ വിസ ക്യാൻസലാവും. അപ്പോൾ ഇദ്ദേഹം 30-ാം തീയതി വരികയുള്ളൂ. അതുകൊണ്ട് ഇത് എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല, എങ്കിലും നീ പറഞ്ഞുകൊണ്ട് ഇത് പേപ്പർ വിടാം, ബാക്കി എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇത് കൈകാര്യം ചെയ്തോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി സാറേ അത് വിടാൻ പറഞ്ഞു. എന്നിരുന്നാലും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഡയറക്ടർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നിൻ്റെ ആപ്ലിക്കേഷൻ അദ്ദേഹത്തിൻ്റെ മേശയിൽ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അത് സൈൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ഗവൺമെൻറ്റിലേക്ക് പോയാൽ മതി, അതും ഈ പറഞ്ഞ പോലെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിസ തീരുന്നതിന് ഏകദേശം ഒരു 5 ദിവസം മുമ്പ് ലീവ് സാങ്ഷനായി കിട്ടുകയും അങ്ങനെ ഇദ്ദേഹം പോവുകയും ചെയ്യുമായിരുന്നു. ഈ ഒരു സംഭവം അതായത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാര്യം ഒരാൾ റിട്ടയർ ആകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേപ്പറിലും അദ്ദേഹം സൈൻ ചെയ്യത്തില്ല. അപ്പം സ്വാഭാവികമായിട്ട് ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതും പ്രകാരം ഞാനിതിങ്ങനെ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇത് സാധിക്കുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുക്കുമെന്ന്. അതിന് പ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. കുടുംബത്തിൽ വളരെ ഐശ്വര്യമുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയിലൊക്കെ കുട്ടികളെയൊക്കെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി നേരത്തെ മുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നുകൂടെ കൂടുതൽ മറ്റുള്ളവരെ സഹായിക്കാൻ എല്ലാ ആഴ്ചകളിലും രോഗികളുടെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും പിന്നെ അതേപോലെ എന്തെങ്കിലും മെഡിസിൻസ് ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ കൃത്യമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തപ്പം അത് കൂടുതൽ ആഴമേറിയ ഒരു ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും എനിക്കും കുടുംബത്തിനും സാധിച്ചു. ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി. അതുപോലെ കൃപാസനം പത്രം എല്ലാ ആഴ്ച ഇദ്ദേഹം ഉടമ്പടിയിലുള്ള സമയത്തെ മെഡിക്കൽ കോളേജുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ വീടുകളിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്തുള്ള വീടുകളിൽ കൊണ്ടുപോയി ഈ പത്രം കൊടുത്ത് അവരുടെ കാര്യം പറഞ്ഞ് അവിടെ കുവൈറ്റിൽ ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോകും. ഡെയിലി ബ്രെഡ് ഡെയിലി ബ്രെഡ് എന്നും കണ്ടിട്ട് സ്റ്റാറ്റസായിട്ടിടും. ഉടമ്പടി ധ്യാനം ഫേസ്ബുക്കിലും ഇടും. പ്രത്യക്ഷീകരണ കാർഡ് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. അമ്മ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞ എൻ്റെ സമയമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ അമ്മ പറഞ്ഞത് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന്. അപ്പോൾ ആകാത്ത സമയമാക്കിയ അമ്മയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും കുടുംബ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായാലും എന്ത് പ്രതിസന്ധികളായാലും ആകാത്ത സമയമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. സമയത്തിന് മേൽ സ്വാധീനമുള്ള അമ്മ. ആ അമ്മയുടെ ഒരു വലിയ ഇടപെടലിൽ കൂടെയാണ് ഈ മോൾക്ക് കുവൈറ്റിൽ പോകാൻ സാധിക്കുകയും പിന്നീട് പ്രാർത്ഥനയിലൂടെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. 3 മാസത്തിനുള്ളിൽ ഒരു ലീവ് കിട്ടാനും പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ രീതിയിലും ഈശോ അമ്മയെ ചേർന്ന് നിന്നാണ് ഈ മകളുടെ കാര്യത്തിൽ ഇടപെടുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ ആലയത്തിൽ വന്നിരിക്കുന്നത്.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ അസാധ്യമായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മൾക്ക് പരിശുദ്ധമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളോ നിരാശകളോ പരാജയങ്ങളോ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവവചനത്തിന് വിധേയമായി ജീവിക്കുമ്പോൾ അങ്ങയുടെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയുടെ കൂടെ നമ്മുടെ ജീവിതയാത്ര, അതായത് ആത്മീയ യാത്ര, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നമ്മളെയും മാറ്റണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ബിൻസി ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.